കിഴക്കൻ നാട്ടുരാജ്യങ്ങളെ 1932 സൗദി അറേബ്യ എന്ന ഒറ്റ നാരിൽ കോർത്ത് അബ്ദുൽ അസീസ് രാജാവ് സൃഷ്ടിച്ചത് ഒരൊറ്റ രാഷ്ട്രം ഒരേ ജനത എന്ന ഭാവാത്മക രാഷ്ട്രീയം. 1932 തുടങ്ങിയ കുതിപ്പിനിടയിൽ പിന്നെ ഒരു കിതപ്പും അറിഞ്ഞിട്ടില്ലാത്ത സുസ്ഥിര പുരോഗതി സാധ്യമാക്കിയത് അബ്ദുൽ അസീസ് രാജാവിന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്ന പിൻഗാമികളാണ്. ലോകത്ത് ഏറ്റവും കൂടുമ്പോൾ കൈയുയർത്തി നമുക്ക് അഭിവാദ്യം ചെയ്യാം രാഷ്ട്രനായകരെ. വാണിജ്യ സാംസ്കാരികയിൽ നിൽക്കുന്ന ദമാമിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികയിൽ നിറ സാന്നിധ്യമാണ് നവയുഗം സാംസ്കാരിക വേദി. കലാരംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾക്കും അപ്പുറം മാനവിക സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും പരസ്പര സഹായത്തിന്റെയും ഒക്കെ ആസ്ഥാനം കൂടിയാണ് നവയുഗം സാംസ്കാരിക വേദി. ദമാമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സംശയസിലെ ജ്വലിക്കുന്ന നക്ഷത്രം. സംഗീത പ്രേമികളുടെ ഹൃദയ തന്ത്രികളിൽ സ്വരമഴയായി പെയ്തിറങ്ങുന്ന മാസ്മരിക സംഗീതം. പത്മഭൂഷൺ ശ്രീമതി KS ചിത്ര ലോക ചരിനോടകം പാടി ഭാരത സർക്കാരിന്റെ പരമോന്നത ബഹുമതികളായ പത്മശ്രീ, പത്മഭൂഷൺ എന്നിവ നേടിയ ചിത്ര വിവിധ ഭാഷകളിലായി 36 സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കി. ഇത്രയേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഒരേ ഒരു ഇന്ത്യൻ ഗായികയും KS ചിത്ര തന്നെ. എത്രയെത്ര മധുര ഗാനങ്ങളാണ് KS ചിത്ര നമുക്കായി സമ്മാനിച്ചത്. ഗായിക എന്നതിലപ്പുറം അകാലത്തിൽ പൊലിനയുടെ പേരിൽ ആരംഭിച്ച സ്നേഹനന്ദന ട്രസ്റ്റിലൂടെ എത്രയോ നിരാലംബർക്ക് താങ്ങും തണലുമായി മാറാനും ചിത്രയ്ക്ക് കഴിയുന്നുണ്ട്. നവയുഗം സാംസ്കാരിക വേദിക്കും വി ലൈവ് ഇവന്റ്സിനും ഇവന്റ്സിനുമൊക്കെ ഇത് അഭിമാന നിമിഷം. 4 പതിറ്റാണ്ടിലേറെയായി ആലാപന സൗന്ദര്യത്തിലൂടെ നൂറുകണക്കായ അനശ്വര ഗാനങ്ങൾ വ്രതശുദ്ധിയുടെ പുണ്യഭൂമിയായിട്ടുള്ള സൗദി അറേബ്യയിൽ വരാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. 2019 ആദ്യമായിട്ട് റിയാദിൽ വരാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ ആദ്യമായിട്ട് ദമാമിലും ഒന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു വരവിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ക്ഷണിച്ച നവയുഗം സാംസ്കാരിക വേദിയുടെ എല്ലാ മെമ്പേഴ്സിനും നന്ദി പറയുന്നു. സ്പെഷ്യലായിട്ട് ദിലീപിനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഇങ്ങോട്ടേക്കുള്ള വിസ എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അതിനു വേണ്ടി മുൻകൈ എടുത്ത അഫ്സൽ, റിയാദ് എന്നുള്ള അഫ്സലിനും ഒരു താങ്ക് യു പറയുന്നു. പിന്നെ ഞാനിവിടെ വരാനായിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത്, വരാനൊരു കാരണക്കാരനായത് ജ്യോതി വെള്ളല്ലൂരാണ്. ജ്യോതിക്ക് നന്ദി മാത്രമല്ല, ഒരു ഡിവോഷണൽ പാട്ട് പാടി തുടങ്ങട്ടെ. നിങ്ങളെല്ലാവരും ഇങ്ങനെ തണുത്തിരിക്കരുത്. ദയവ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ ഞങ്ങൾക്ക് പാടാനുള്ളൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു മൾട്ടിലിംഗ്വൽ ആയിട്ടുള്ള കുറച്ച് തമിഴ്, തെലുങ്ക് ഒക്കെ പാടുന്നുണ്ട്, ഹിന്ദിയൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ എല്ലാ പാട്ടുകൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യടിയും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഡിവോഷണൽ സോങ് ആയിട്ട് തുടങ്ങാം. താങ്ക് യു.